ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് തായ്വാനിലെ തായ്പേയിലുള്ള മാവോക്കോങ് കൊണ്ടാല കേബിൾ കാർ റൈഡ് ആസ്വദിക്കുവാനാണ്. തായ്പേയ് സൂവിനോട് ചേർന്നുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് കേബിൾ കാർ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത്. ഈ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനിൽ നിന്ന് നമുക്ക് കേബിൾ കാർ ടിക്കറ്റ് എടുക്കാം. നോർമൽ, ക്രിസ്റ്റൽ എന്നിങ്ങനെ രണ്ട് ടൈപ്പ് കേബിൾ കാർ ടിക്കറ്റുകളാണ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ക്രിസ്റ്റൽ കേബിൾ കാറുകളിലെ ഫ്ലോറും 48 mm തിക്നെസ് ഉള്ള ഗ്ലാസ് കൊണ്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കാണും. എന്തായാലും നമ്മൾ ക്രിസ്റ്റൽ ടിക്കറ്റാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. 4 പേർക്ക് 1400 NTD ആണ് ചാർജ്. അപ്പോൾ നമുക്കുള്ള ടിക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി എൻട്രൻസ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം. 4th ഫ്ലോറിലാണ് നമ്മളുടെ കേബിൾ കാറിൻ്റെ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗൊണ്ടോല കേബിൾ കാറിൽ കയറാനുള്ള പ്ലാറ്റ്ഫോമിലേക്കുള്ള 4th ഫ്ലോറിലെ പ്ലാറ്റ്ഫോം. ഇപ്പം ആൾ കുറവായതുകൊണ്ട് വലിയ ക്യൂ ഇല്ല. അപ്പം നമ്മളിവിടെ ക്രിസ്റ്റൽ കാറിനുള്ള സെപ്പറേറ്റ് ക്യൂവിലാണ് നമ്മളുള്ളത്. നമ്മുടെ ടിക്കറ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം ടിക്കറ്റ് തിരിച്ചു തരും. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മളുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ കാറുകൾ തിരിച്ചു വരുന്നു. അതിൽ നിന്ന് ആളുകൾ ഇറങ്ങിയ ശേഷം പുതിയ ആളുകളെ കയറ്റിക്കൊണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നോർമൽ കാറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അധികം ക്യൂ നിൽക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ക്യൂ മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ക്രിസ്റ്റൽ കാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം നേരം ക്യൂ നിൽക്കേണ്ടി വരും. നോർമൽ കാറിൻ്റെ അടിഭാഗം ഇതുപോലെ ആയിരിക്കും, ഗ്ലാസ് അല്ല, അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറവായിരിക്കും. ക്രിസ്റ്റൽ കാർ ആകുമ്പോൾ നമ്മളുടെ ഫ്ലോറും ഈ കാറിൻ്റെ ഫ്ലോറും ഗ്ലാസ്സാണ്, 48 mm തിക്നെസ് ഉള്ള ഗ്ലാസ്സാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വിസിബിലിറ്റി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്ര മികച്ച ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു കേബിൾ കാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ, ഇത് ടെർമിനൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ 1 സൈഡാണ് നമുക്ക് ക്രിസ്റ്റൽ കാറിൽ പോകാൻ പറ്റുന്നത്. തിരിച്ച് വരുമ്പോൾ സാധാ കാറിൽ വരണം. ഈ റെഡ് കളറിൽ വരുന്നത് ക്രിസ്റ്റൽ കാറാണ്. ഇതിലേക്ക് കയറാം. നമ്മുടെ ക്രിസ്റ്റൽ കാർ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കേബിൾ കാറിനുള്ളിൽ AC ഒന്നും ഇല്ലെങ്കിലും 2 വിശറി നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്ത് നല്ല സ്പീഡിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ക്രിസ്റ്റൽ കാറിൻ്റെ ഗുണം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില്ലാണ്. അയ്യോ, ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്നൊരു മൗണ്ടൻ്റെ മുകളിലേക്കാണ് ഈ കേബിൾ കാർ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം 101 നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തായ്വാനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ തായ്പേയ് 101ൻ്റെ പകുതിയോളം ഭാഗം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കവിടെ നോക്കുമ്പോൾ തായ്പേയ് സൂവിൻ്റെ ആ ഒരു വാച്ച് ടവർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയിൽ എത്രമാത്രം കാണാൻ സാധിക്കുമെന്നറിയില്ല. തായ്വാൻ്റെ തലസ്ഥാനമായ തായ്പേയിൽ വരുന്ന സന്ദർശകർ ഉറപ്പായിട്ടും ആസ്വദിക്കേണ്ട ഒന്നാണ് ഈ കേബിൾ കാർ യാത്ര. പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു യാത്രാനുഭവമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും വലിയ തായ്പേയ് സിറ്റിയിൽ ഇത്രയധികം വനമുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ കാഴ്ചയാണ്, മൊത്തം വനനിബിഡമായ കാഴ്ചയാണ് നമുക്ക് ഈ കേബിൾ കാറിലിരുന്ന് കാണാൻ സാധിക്കുന്നത്. ചുറ്റും വനം, നമ്മളൊരു ഘോര വനത്തിന് നടുവിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പച്ചപ്പും ഹരിതാപവുമാണ് ഈ ഒരു കേബിൾ കാറിലെ ഏറ്റവും നല്ല വ്യൂ. ഇതുകൊണ്ടോ പോകുന്നുണ്ടോ അങ്ങ്? ഇപ്പം ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കൂടെ പോകണം. അവിടെ എങ്ങാണ്ട് ചെല്ലുമ്പോഴാണ് ഭയങ്കര ഒരു ഹൈറ്റിൽ കൂടെ പോകുന്ന ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തായ്പേയ് സൂ സൗത്ത് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷനും പിന്നിട്ട് തായ്പേയ് സൂ സൗത്ത് സ്റ്റേഷനും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക്, രണ്ടാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഉയ്യോ, ഇതാണ് ശരിക്കും ക്രിസ്റ്റലിൻ്റെ ഒരു ഗുണം. കാണാൻ രസമുണ്ട്, പേടിയാവുന്നുണ്ട്. ക്രിസ്റ്റൽ
2007 ജൂലൈ 4-നാണ് തായ്പേയിലെ ഈ കേബിൾ കാർ സർവീസ് ആരംഭിക്കുന്നത്. 2010 മുതലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള ക്രിസ്റ്റൽ കാർ സർവീസുകളും ഇവിടെ ആരംഭിച്ചത്. തായ്വാനിലെ പ്രസിദ്ധമായ ടണൽ റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ടണലുകൾ നിർമ്മിച്ച് പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വനത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം വാഹനങ്ങൾ ഈ ടണൽ റോഡിലൂടെ പോകുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾക്കും മറ്റ് സർവീസ് സംബന്ധമായ ആവശ്യങ്ങൾക്കുമായിട്ട് നടന്നു പോകാനുള്ള വഴി നമുക്ക് താഴെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിലെ നടന്നു വരുന്ന ഒരു വല്ലാത്ത അനുഭവമായിരിക്കും. ഈ ഘോര വനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിലെ നടന്നു വരുമ്പോൾ. ഇപ്പോൾ വീണ്ടും നമ്മൾ ഹൈറ്റിലോട്ട് പോവുകയാണ്. ഇപ്പോൾ മുമ്പേ കണ്ട ആ ടണൽ റോഡ് വീണ്ടും വളരെ ഉയരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 3x വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ ടണൽ റോഡ്. നിരവധി വാഹനങ്ങളാണ് ഇപ്പോഴും ടണൽ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള വനവും മറ്റ് നഗരവും കൂടെ ഇടകലർന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിത് കണ്ടാൽ അറിയാം, ചുറ്റും വനമാണ്. വനം എത്രമാത്രം തായ്വാനി സംരക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പേടിയാന്നുണ്ടോ? ഉയ്യോ, താഴോട്ട് നോക്കിയാൽ നമ്മുടെ കിളി പോകുന്ന. ഇപ്പോൾ നമുക്ക് തായ്പേ 101 കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 90% നമുക്കതിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയുള്ള പോക്ക് താഴേക്ക് സ്പീഡിലൊരു പോക്കാണ്. ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടെമ്പിളാണ് ഷിനാൻ ടെമ്പിൾ. ഒരുപാട് ഹൈറ്റ് ഉയരത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാകാം ഇതിൽ കയറുമ്പോൾ ഇടയ്ക്ക് ചെവിയൊക്കെ അടയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒപ്പം തന്നെ ഘോര വനത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് സൂക്ഷിച്ച് കേട്ടാൽ നമുക്ക് ചീവീടുകളുടെ ശബ്ദവും ഈ ഒരു ക്യാബിനിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അവിടെ നോക്കിയേ, അതിൻ്റെ മേളിലൊരു വാച്ച് ടവർ പോലൊരു സാധനം. താഴെ നോക്കുമ്പോൾ തേയില കൃഷിയൊക്കെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്ന് ഇറങ്ങുന്ന സ്റ്റേഷൻ ശരിക്കും ടീക്ക് ഫേമസ് ആണ്. തായ്വാനിലെ ഫേമസ് ആയിട്ടുള്ള ടീ ഷോപ്പുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും ഈ കേബിൾ കാർ യാത്ര മനോഹരമായി ആസ്വദിച്ചു. യഥാർത്ഥത്തിൽ തായ്വാൻ്റെ പ്രകൃതി സൗന്ദര്യം നമ്മളുടെ മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ഈ കേബിൾ കാർ റൈഡിൻ്റെ അവസാന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് മാവോക്കോങ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും ചായയൊക്കെ ആസ്വദിച്ചിട്ടായിരിക്കും നമ്മൾ മടങ്ങി പോവുക. അങ്ങനെ നമ്മൾ ടെർമിനൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഇറങ്ങണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പുതിയ കാറുകൾ വരും. കേബിൾ കാർ റൈഡ് പൂർത്തിയാക്കി മാവോക്കോങ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് ഈ സ്റ്റേഷൻ്റെ പരിസരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഫേസ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോളാണ്. എന്തായാലും ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് കളയാം. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, പല റേറ്റിലുള്ള പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഹാൻഡിൽ വരയ്ക്കുന്നുണ്ട്, ഫേസിൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരെണ്ണം നമ്മൾ ഫേസിലെ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളിതാണ് സെലക്ട് ചെയ്തത്. ലൈക്ക് ഹൈ
ബൈ ബൈ. അങ്ങനെ ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് വരച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. വൃത്തികേട് മൊത്തം മാറ്റി തന്നിട്ടുണ്ട്. മനോഹരമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ട സ്നാക്സും ഫുഡും ഒക്കെ ഇവിടുന്ന് കഴിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള തായ്പേയുടെ വെറൈറ്റി ടീസും ഇവിടെ കിട്ടും. മനോഹരമായിട്ടുള്ളൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പരിസ്ഥിതി തന്നെയാണ്. ഇവിടുത്തെ ഈ വന സൗന്ദര്യം തന്നെയാണ്, വന സമൃദ്ധി തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു മഴയൊക്കെ കഴിഞ്ഞ് വളരെ നല്ല ക്ലീൻ ക്ലൈമറ്റാണ്. നമുക്കിനിയും പോയിട്ട് ഇവിടെ നിന്നൊരു ബോബ ടീയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. എവിടെ അപ്പോൾ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ ബോബ ടീ ഉണ്ട്, ബബിൾ മിൽക്ക് ടീ ഉണ്ട്, ടീ എഗ് പപ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പപ്സ് ഉണ്ട്, ടീ ബേക്ക്ഡ് എഗ് ഉണ്ട്. 1 ഹൗ മച്ച്? 65. ഓക്കെ. 2 പീസ് ഉണ്ട്. 2 പീസുള്ള ഒരു പപ്സ് നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഒരു ഐസ്ക്രീം പപ്സൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല ആംബിയൻസ് ആയിരിക്കും. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കും. ഒപ്പം 200 NTD കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കലാപരിത് മുഖത്ത് ചെയ്യാനും പറ്റും. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെ പോയാലും ബോബ മിൽക്ക് കഴിക്കും. ഇവിടുന്ന് ഒരു ചിക്കൻ നഗറ്റ്സ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമയം ഏതാണ്ട് 6 മണിയായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ട്രക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. മാവോക്കോങ് സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് ട്രക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഈ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഷിനാൻ പെഡസ്ട്രിയൻസ് പ്രൈമറി സ്കൂൾ, മൗണ്ട് ഇജിയോഗ് 0.8 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ യാത്ര ഇതേ ഘോര വനത്തിൽ കൂടി പോവുകയാണ്. തിരിച്ചു പോയേക്കാം. നല്ല രസമുണ്ട്, അടിപൊളി സംഭവം. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരുട്ട് കാരണം കൊണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. നമ്മൾ ലേറ്റായിപ്പോയി വരാനായിട്ട്. ഇനി മുന്നോട്ടിങ്ങനെ കുത്തനെ കിടക്കുവാണ്. അങ്ങ് കിടക്കുവാണോ. ഇതാണ്, നമുക്ക് തിരിച്ചു പോകാനും തോന്നുന്നില്ല, എന്നാൽ മുന്നോട്ട് പോകാനും തോന്നാത്ത ഒരു അവസ്ഥയാണ്. അവിടെ കൊണ്ട് തീരുവാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്, പകുതി വഴിയിൽ വെച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കിവിടെ തിരിച്ചു വരാം. ശരിക്കും പുറത്ത് അത്ര ഇരുട്ടില്ല, എങ്ങാനും ഇവിടെ കാടിനുള്ളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ഇരുട്ടാണ്. കൂടുതലും ഇല്ലിയും അങ്ങനെ മറ്റ് കാട്ടിലെ മരങ്ങളായതുകൊണ്ട് അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ മാവോക്കോങ് കൊണ്ടാല കേബിൾ കാറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.